സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ജനം TV എന്ന് പറയുന്ന ഈ ചാണക പലിശകൾ നാട് കുട്ടിച്ചോറാക്കാനായിട്ട് അവര് അടങ്കലെടുത്തിരിക്കുകയാണ്. അവരെന്തൊക്കെയോ ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ വാങ്ങിച്ചും കൊണ്ട് ഇസ്ലാമിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിൽ. അതായത് ഈ നാറിത്തരങ്ങളെ, ഈ സംഘപരിവാറുകാരെ ജനങ്ങൾ തിരസ്കരിച്ചാണ്. കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇവനൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഒരു തെണ്ടി ബിജി തമ്പി, ഇവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്. ഇവൻ VHPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. VHP എന്ന് പറഞ്ഞാൽ വിശ്വ ഹിന്ദു പരിഷത്ത്. അതായത് എല്ലാ വിഡ്ഢികളും പൊട്ടന്മാരും എല്ലാം ഈ സംഘപരിവാറിലാണ് ചെന്ന് ചേർന്നിരിക്കുന്നത്. അവൻ താടിയും വെച്ച് അവൻ നരച്ച് വയസ്സായി. ഞാനും വയസ്സനായ ഒരു മനുഷ്യനാണ്. വയസ്സായി കഴിഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യർ സന്തോഷമായിട്ട് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ സഹകരിച്ച് വർഗീയത ചേരിതിരില്ലാതെ നല്ലതുപോലെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കഴിയേണ്ട ജനങ്ങളാ. ഇവൻ ഈ വയസ്സാം കാലത്ത് ചാവാൻ കിടക്കണവൻ. അവൻ വാ തുറന്ന കള്ളമേ പറയുള്ളൂ. അവൻ 2 ദിവസത്തിന് മുമ്പ് പറഞ്ഞ് ഒരു സിനിമാ നടിക്ക് 100 കോടി രൂപ ആരാ കൊടുക്കാന്ന്. ഇവന്റെ തന്ത കൊണ്ടുവന്ന് കൊടുക്കും 100 കോടി രൂപ. മനുഷ്യനായിരുന്ന ഒരു മര്യാദ വേണ്ടേ സംസാരിക്കുന്നതിന്? ഇവന്റെ തന്ത ആരെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടാ? ആരാണ് പറഞ്ഞത്? നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ പറയണം ഏത് നടിക്കാണ്, ആരാണ് 100 കോടി വാഗ്ദാനം ചെയ്യുക. ഒരു സിനിമാ നടിയെയും ഒരു സിനിമാ നടനെയും അല്ലെങ്കിൽ ലോകത്തിലുള്ള ഇനി ആരോ ആവട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് ആവട്ടെ, ലോകത്തിലെ ഏറ്റവും പവറുള്ള ശക്തി എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്, ഇവനെയൊന്ന് സ്വാധീനിച്ച് ഇസ്ലാമിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? അതായത് അർത്ഥനഗ്നങ്ങളായും പൂർണ്ണനഗ്നങ്ങളായും അഭിനയിക്കുന്ന പെണ്ണുങ്ങളെ ഇസ്ലാമിൽ പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്ന? എന്താണ് തമ്പി? അതുപോലെ ഇന്നവൻ പറയാണ് തെണ്ടിയാണവൻ. അവൻ മഹാകള്ളമാണ്, കള്ളം പ്രചരിപ്പിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ കസേരയുടെ അടിയിൽ നിന്നാണ് സൂര്യൻ ഉദിക്കുന്നതെന്ന്. എത്ര വൃത്തിയായിട്ട്! അപ്പൊ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിട്ടില്ലേ? സൂര്യൻ അസ്തമിച്ചിട്ടില്ലേ? അപ്പൊ പറയുന്നതിനൊരു മര്യാദ വേണ്ടേ? എടാ, നീയെല്ലാം വയസ്സായി കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി കഴിയണം. നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ നേർന്ന് വിട്ടിരിക്കുകയാണ്. ആരെങ്കിലും അടിച്ചു കൊല്ലും നിന്നെയൊക്കെ. ഇത്ര വൃത്തികെട്ട രീതിയിൽ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാനും മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും നാട്ടിൽ കലാപം ഉണ്ടാക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവനെയെല്ലാം എന്ന് പറഞ്ഞാൽ ഇവന്റെ എല്ലാം പേരിൽ നിർബന്ധമായിട്ടും കേസെടുക്കണം. ഈ ഇല്ലാത്ത അപവാദ പ്രചാരണങ്ങൾ നടത്തുന്ന ഇങ്ങനെയുള്ള ചെറ്റകള് ഇവർക്കൊക്കെ എന്ന് പറയുന്ന അവസാനം എന്ന് പറയുന്ന അവനൊക്കെ ജയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയാൻ കൊള്ളാമോ? മനുഷ്യരുടെ ഇടയിൽ കലാപം ഉണ്ടാക്കാനും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിക്കാനും